അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മടവൂർ കാഫിലയുടെ പുതിയൊരനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മടവൂരാണ് ഞങ്ങളുള്ളത്. ഇവിടെ അബൂബക്കർ മാഷിനെ കാണാമെന്നതാണ്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. CM വലിയുള്ളാഹി ഹയാത്ത് കാലത്ത് കുറേ തവണ കാണാനും ബന്ധപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ഈ സ്ഥലപ്പേരാണ് മാലാറമ്പത്ത്. വീട്ടുപേരല്ലേ? മാലാറമ്പത്ത് എന്ന് പറഞ്ഞ വീട്ടുപേരാണ് ഇവരുടെ. അൽഹംദുലില്ലാ. ഏതായാലും CM വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് കണ്ട് അനുഭവിച്ച അനുഭവസ്ഥരെയാണ് മടവൂർ കാഫിലയിലൂടെ നിങ്ങളിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത്. ഇവരെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ മക്കാം കമ്മിറ്റിയിലൊക്കെ ഒരുപാട് കൊല്ലം ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ പ്രായമൊക്കെ ആയപ്പം തൽക്കാലം ഒന്ന് വിട്ടു നിൽക്കുകയാണ്. ഏതായാലും സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തന രംഗത്തൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഏതായാലും അബൂബക്കർ ഹാജിയാണ് ഇന്ന് കാഫിലയിൽ നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. അബൂബക്കർ മാഷ്, ഇൻഷാ അല്ലാഹ്. എന്തൊക്കെയാ വർത്താനം? റാഹത്തല്ലേ? അൽഹംദുലില്ലാ. നിങ്ങൾ CM വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് നിങ്ങൾ മടവൂരുകാരനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബന്ധപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്, പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഷെയ്ഖുനെ കണ്ടതും അവിടെ എത്തിയതും അവരുമായി ബന്ധപ്പെട്ടതും? ഷെയ്ഖുന എൻ്റെ നാട്ടുകാരൻ എന്നതിലുപരി എൻ്റെ നാട്ടുകാരൻ എന്നതിലുപരി എൻ്റെ കുടുംബവും കൂടിയാണ്. മാഷാ അല്ലാ. ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടത് ഞാനൊരു വിദ്യാർത്ഥിയായിട്ടാണ്. ഉസ്താദിൻ്റെ അടുത്തുള്ള തിൽമീദായിട്ടാണ് ബന്ധപ്പെട്ടത്. ഞാൻ ദർസിൽ മുത്തഫജിദ് കിതാബ് ഉസ്താദിൻ്റെ അടുത്ത് ഓതിയിട്ടുമുണ്ട്. മാഷാ അല്ലാ. അപ്പോൾ ശിഷ്യനും കൂടിയാണ്. ഉസ്താദിൻ്റെ മുത്തഫജിദ് കിതാബ് മുതൽക്ക് 10 കിതാബിൽ കുറച്ച് ഭാഗമൊക്കെ ഉസ്താദിൻ്റെ അടുത്താണ് പഠിച്ചത്. അതുമുതലുള്ള അടുത്ത ബന്ധമുള്ളത്. പിന്നെ അങ്ങനെ ഷെയ്ഖുനായിട്ട് അങ്ങനെയാണ് ഫസ്റ്റ് ഷെയ്ഖുനെ കാണാൻ പോകുന്നത്. അത് എത്രാമത്തെ വയസ്സിലാണ് ഓതാൻ ചേർക്കുന്നത്? അന്ന് എനിക്കൊരു 14 വയസ്സേ ഉണ്ടാവുള്ളൂ. 13-14 വയസ്സ്. മടവൂർ പള്ളിയിലായിരുന്നു ഓതാൻ? പള്ളിയിൽ. അന്ന് എത്ര മുത്താലിമ്യങ്ങളുണ്ട് നിങ്ങൾ? അന്ന് ഉസ്താദിൻ്റെ അടുത്ത് അന്ന് 85ഓളം അന്യനാട്ടുകാരായ വിദ്യാർത്ഥികൾ. മാഷാ അല്ലാ. അപ്പോൾ എത്ര കൊല്ലം ഉസ്താദിൻ്റെ അടുത്ത് ഓതി? ഞാൻ കുറച്ചേ ഓതിയുള്ളൂ. ഞാൻ 1958-59 കാലത്താണ് ദർസ് തുടങ്ങുന്നതാണ് ദർസ് തുടങ്ങിയത്. ഇവിടുന്ന് വന്നിട്ട് അപ്പോഴാണ് ഞാൻ ചേർന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് ഒരു കൊല്ലം പഠിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് ഉസ്താദിന് സമ്പ്രദായമുണ്ട്. ഈ നാട്ടുകാരായ സ്കൂളൊന്നും പഠിക്കാത്ത വിദ്യാർത്ഥികളായിട്ട് നടക്കുന്ന കുട്ടികളുണ്ട്. ഇവരെ മുഴുവനും അന്യനാട്ടിലേക്ക് പഠനത്തിന് അയക്കുന്ന ഒരു സ്വഭാവ ഉസ്താദിന് പ്രത്യേകതയാണ്. അപ്പോൾ ഈ നാട്ടിൽ നിന്നൊരു 10-60 പേരെ എൻ്റെ പ്രായക്കാരായ ആളുകളെ ഉടനെ തന്നെ ഉസ്താദ് അന്യനാട്ടിലേക്ക് അയച്ചു. അത് അതിൽ അന്ന് എന്നെ അയച്ചത് എളേറ്റിൽ വട്ടോളി കണ്ണിറ്റാക്കിൽ ജമാസിലായിരുന്നു, മൊയ്തീൻ മുസ്ലിയാരത്തേക്ക്. ഞങ്ങൾ ഇവിടുന്ന് 3 ആളോ മറ്റോ അവിടെ പോയത്. 3-4 ആൾ പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പല ചുറ്റുപാടുള്ള എല്ലാ ദർസുകളിലേക്കും വിദ്യാർത്ഥികളെ അയക്കുന്ന പ്രത്യേക സ്വഭാവം ഉസ്താദുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പലരും ഓരോരുത്തരും ഇന്നെത്തിയ സ്ഥിതിയിലെത്തിയത്. അൽഹംദുലില്ലാ. ആ അയക്കൽ കൊണ്ടാണ്. അപ്പോൾ എൻ്റെ പ്രായക്കാർ അങ്ങനത്തെ പല രംഗത്തും ശോഭിച്ചവരുണ്ട്. നിർഭാഗ്യവശാൽ എനിക്കത്ര അറിവ് കിട്ടിയുള്ളൂ. ഞാനങ്ങനെ കുറച്ച് കാലം പഠിച്ച് അറബി അധ്യാപകനായി ജോലി ചെയ്ത് മാഷാണ്. അപ്പോൾ നിങ്ങൾക്ക് CM വലിയുള്ളാഹിയുടെ അടുത്ത് തന്നെ ഓതാൻ പറ്റി? മറ്റുള്ളവരെയൊക്കെ ദൂരത്തേക്ക് പറഞ്ഞ? അല്ല, എനിക്കും പറ്റിയില്ല. എന്നെയും ഒരു കൊല്ലം അവിടെ നിന്നേയുള്ളൂ. അപ്പം എന്നെ അയച്ച് എങ്ങോട്ടാ അയച്ചത്? എന്നെ ഇളയത്തിൽ വെട്ടോളിലേക്ക്. അവിടെ നിന്ന് പിന്നെ ഞാൻ 2-3 വർഷം 1964 മുതൽക്ക് 61 മുതൽ 63 വരെ കാലങ്ങളിൽ
ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വട്ടോടി പ്രളയത്തിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ പൂനൂർ കുഞ്ചുറാന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. പ്രസിദ്ധനായ പണ്ഡിതനായ 20 പള്ളിയിലെ കാതിയായിരുന്നു. MA ഹക്കീം പൂനൂർ എന്ന് പറഞ്ഞ ഒരാൾ എഴുത്തുകാരനെ കേട്ടിട്ടുണ്ടോ? ഓൻ്റെ വാപ്പയായിരുന്നു. പ്രസിദ്ധ പണ്ഡിതനാണ്. AP ഉസ്താദിൻ്റെയും കൂടി ഉസ്താദായിരുന്നു. അവിടെ പഠിച്ച അവിടെ 2 കൊല്ലം ഓതിയുള്ളൂ. അതുകൊണ്ട് പിന്നെ അപ്പോഴത്തേക്ക് മഹല്ലി ഒരു ദിവസത്തെ ഓതി അപ്പോഴത്തേക്ക്. അപ്പോൾ അതോടുകൂടി പിന്നെ കാര്യമായിട്ട് പഠിക്കാൻ അവസരം കിട്ടിയില്ല. പിന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ CM വലിയുള്ളാഹിയുടെ അന്നത്തെ നിങ്ങൾ കുറഞ്ഞ കാലം CM വലിയുള്ള അടുത്ത് ഓതിയപ്പോൾ അന്നത്തെ CM വലിയുള്ളാഹിയുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു? വളരെ സൂഫീസായി അന്ന് തന്നെയും വളരെ ചെറുപ്പത്തിൽ തന്നെയും വളരെ സൂഫീസ്. അവർ കറാഹത്ത് പോലും പിന്നെ ചെയ്യില്ലായിരുന്നു. ഒരിക്കൽ പിന്നെ വലിയ നല്ലൊരു മഴത്ത് നല്ല വില പിടിച്ച ഷൂസൊക്കെ ധരിക്കും അന്ന് തന്നെയും. അപ്പോൾ ഈ ഷൂസ് വെള്ളത്തിൽ ഇട്ടുകൊണ്ട് പിന്നെ നടന്ന ഉസ്താദ്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞത് പിന്നെ ഒരു ഷൂസ് നഷ്ടപ്പെട്ടാൽ ഒരു സുന്നത്തല്ല നഷ്ടപ്പെടുക, കഴിച്ചാൽ വില പിടിച്ച ഷൂസാണ് എന്ന് പറഞ്ഞ് ഷൂസ് അയക്കാണ്ട് വെള്ളത്തിലൂടെ നടന്ന്. ആ വാക്ക് ഒന്നുകൂടെ പറയും. ഷൂസ് പിന്നെ ലെതറിൻ്റെ ഷൂസ്, വില പിടിച്ച ഷൂസാണ്. അത് ധരിച്ചുകൊണ്ട് തന്നെ വെള്ളത്തിൽ കൂടെ മഴ പെയ്ത സമയത്ത് വെള്ളത്തിൽ കൂടെ ഇങ്ങോട്ടോ നടന്ന്. അപ്പോൾ ആരോ അതിനെപ്പറ്റി ചോദിച്ചു, നല്ല ഷൂസല്ലേ വെള്ളത്തിൽ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു സുന്നത്താണല്ലോ നഷ്ടപ്പെടുന്നത് ഷൂസ് അയച്ചാൽ. മറ്റൊരു ഷൂസല്ലേ നഷ്ടപ്പെടുള്ളൂ, നഷ്ടപ്പെടുന്നു. അത്രയും സൂക്ഷ്മതയല്ലേ. ഒരിക്കൽ പിന്നെ അതുപോലെ തന്നെ ബഹുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളോടും മറ്റൊക്കെ വലിയ പിന്നെ ആദരവായിരുന്നു. വലിയ ആദരം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ പിന്നെ തമാശയായിട്ട് പിന്നെ റബ്ബി ഔഫിർലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കുട്ടികളിങ്ങനെ കുസൃതി പറയല്ലോ. റബ്ബി ഔഫിർലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മണ്ടിപ്പോയി കൊല്ലി എന്നാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇതെൻ്റെ മൂത്താപ്പൻ്റെ മോൻ അബു എന്ന് പറഞ്ഞ ഒരാൾ കേട്ട് ഇവൻ പിറ്റേന്ന് ചെന്നിട്ട് സാറിനോട് പറഞ്ഞു കൊടുത്ത് അവർ ചൂരിലുണ്ട് ഒറ്റ അടിയാ. എന്താണെന്ന് വെച്ചാൽ പറയുന്നതെന്ന് വെച്ചാൽ ആ ബഹുമാനെ ആ വാക്കിനെ ഞാൻ വിരൂപപ്പെടുത്തി പിന്നെ പറഞ്ഞില്ലേ, നിസാരപ്പെടുത്തി ഇതിലാണല്ലോ പറയുന്നത്. നമ്മൾ കുട്ടിയാണ്, 13 വയസ്സുള്ള സമയത്തല്ലേ. അപ്പോൾ ഒരു തമാശക്ക് പറഞ്ഞതാണ്. എങ്കിലും ഉസ്താദിനുള്ള അതിനോടുള്ള ബഹുമാനം കൊണ്ട് ആണ് ഉസ്താദിൻ്റെ ഗൗരവം കാണിച്ച് തന്നെ അടിച്ചത്. ചൂരിലോണ്ട് ഇപ്പോൾ ഞാൻ ഓർക്കും. അപ്പം അപ്പോൾ അത്രയും വലിയ ബഹുമാനമായി, ബഹുമാനിക്കപ്പെടേണ്ടതിനോടൊക്കെ വലിയ ബഹുമാനിക്കപ്പെടുന്ന വലിയ ആദരവ് കാണിച്ചിരുന്നു. പിന്നെ സിയമുല്ലാഹിൻ്റെ പ്രത്യേകത ഞാൻ കണ്ടെന്ന് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പിന്നെ മൂപ്പര ജീവിതകാലത്ത് കണ്ട ആൾക്കാരുണ്ടല്ലോ, ഏതൊരാൾക്കും ഒരനുഭവം പറയാനുണ്ടാവും. അതാണ് കറാമത്ത്. എത്ര എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും എന്തെങ്കിലും ഒരനുഭവം പിന്നെ കറാമത്തിൽപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇപ്പം അടുത്ത് ഞാൻ പിന്നെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പിന്നെ അയാൾ പറഞ്ഞ്, പിന്നെ അയാൾ നാട്ടുകാരനാണ്, അയാൾ പറഞ്ഞ് പിന്നെ എൻ്റെ ഉമ്മ ഈ ആലി എന്ന് പറഞ്ഞ ഒരാൾ വെച്ച് സ്വത്ത് കേസ് ഉണ്ടായിരുന്നു. അയാൾ പറയുക, അപ്പോൾ ആ കേസിൻ്റെ കാര്യം ചെന്നിട്ട് ഉമ്മ പിന്നെ സിയമിനോട് പറഞ്ഞു. അപ്പോൾ സിയമിൻ്റെ ഇളയമയായത് പിന്നെ അപ്പോൾ യഥാർത്ഥത്തിൽ ശരിയാണ്, യഥാർത്ഥത്തിൽ ഈ ഉമ്മ കുറ്റക്കാരി അല്ല ഇല്ല. അപ്പോൾ ഈ ഉമ്മൻ്റെ പേരിൽ വെറുതെ കേസ് കൊടുത്താൽ. അപ്പോൾ സി എമ്മിനോട് ഇങ്ങനെ പരാതി എൻ്റെ പേരിൽ അലി എന്ന് പറഞ്ഞാൽ നമ്മൾ
പിന്നെ പേര് പറഞ്ഞുകൊണ്ട് ദോഷമില്ല. നിങ്ങളും അറിയൂല, ആരും അറിയൂല. അലി എന്ന് പറഞ്ഞാൽ ഏത് അലിയൊന്നും ആരും അറിയൂല. അതെ അതെ. അതുകൊണ്ട് ഈപത്താവും തോന്നുന്നില്ല. അതെ അതെ. പേര് പറഞ്ഞ് ഇന്നിട്ട് തന്നെ അഡ്രസ് ഒന്നും പറയണ്ട, അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈപത്താവാൻ സാധ്യതയില്ല. ഏതായാലും അലി എൻ്റെ പേരിൽ കേസ് കൊടുത്ത് എന്ന് പറഞ്ഞപ്പം സിഎം പറഞ്ഞ് ഇളയമ്മ പോയിക്കോ, അവൻ ഉറങ്ങിപ്പോകുന്നു. ഇളയമ്മക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അവൻ ഉറങ്ങിപ്പോകും, ഇളയമ്മ പോയിക്കോ, അവൻ ഉറങ്ങിപ്പോകും. അങ്ങനെ ഇയാൾ പിന്നെ ഇവർ തിരിച്ചു പോന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ കേസിന് ദിവസമായപ്പം കേസ് വിളിച്ച് ആലി ഹാജറുണ്ടോയെന്ന് ചോദിച്ചു. ആലി ഹാജറുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആലി ഹാജറില്ല. ആലി അപ്പം കോടതിൻ്റെ മുമ്പിലുള്ള കോഴിക്കോട് കോടതിൻ്റെ മുമ്പിലുള്ള ഒരു തറയമ്മൽ ഇരുന്നിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ കേസ് നീക്കിപ്പോയി. ശൈഖുന പറഞ്ഞ പോലെ തന്നെ ഉറങ്ങിപ്പോവും. അപ്പോൾ ഈ അടുത്ത ഒരു ദിവസം അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാനിത് പറയുന്നത്, ഏത് നിങ്ങൾക്ക് മടവൂരോ അല്ലാത്ത സ്ഥലത്ത് CM ആയിട്ട് ബന്ധമുള്ള ഒരാളായിട്ട് സത്യം പറയുന്നവരോട് സംസാരിച്ചാൽ പിന്നെ എന്ത് ചെയ്യും, ഒരു കറാമത്താൾക്ക് പറയാനുണ്ടാവും. ഈ അടുത്ത ഒരു സാധാരണക്കാരൻ, അയാൾ അങ്ങനത്തെ ആവിധം മറ്റൊന്നുമല്ല. ഇപ്പോൾ അടുത്ത ദിവസം ഫോണിൽ സംസാരിക്കുമ്പോൾ എന്തോ കാര്യത്തിന് ഫോണിൽ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ CM പറഞ്ഞ് എനിക്ക് വിസ വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് നീ വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞു എന്നോട്. നീ വീട്ടിൽ പോയിക്കോന്നാണ് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പോരുകയും ചെയ്തു. വീട്ടിൽ വന്നപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ വിസ കൊണ്ടുവച്ചിട്ടുണ്ട്. ഏതൊരാൾ വിസ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇവനോട് വിസ കിട്ടണമെന്നൊന്നും പറഞ്ഞില്ല, നീ വീട്ടിൽ പോയിക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ സത്യം പറയുന്നവരാണെങ്കിൽ അങ്ങനെ ഏതൊരാൾക്കും ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഒരനുഭവം തന്നെ ഏതൊരാൾക്കും ഈ നാട്ടിലുള്ള ആരോട് ചോദിച്ചാൽ അവർക്കൊക്കെ പറയാനുണ്ടാവും. അതാണ് ഞാനൊരു കറാമത്തായിട്ട് ഞാൻ കാണുന്നത്. ഹിമബാബിൻ്റെ ഒരു കറാമത്തായിട്ട് ഞാൻ കാണുന്നത്. ഒരു കറാമത്തായിട്ട് കാണുമോ അല്ലേ? ശൈഖുനാനെ കണ്ട് ഉള്ള ഒരാൾക്ക് ഒരു കറാമത്ത് അവരെ കുറിച്ച് പറയാനുണ്ടാവും. പിന്നെ